മഴയിലും ചോരാത്ത ആവേശവുമായി ചേലക്കര അന്തിമഹാകാളൻകാവ് വേല കാണാൻ ആയിരങ്ങൾ കാവിലെത്തി. കാളവരവിന് കൊഴുപ്പേകിക്കൊണ്ടുള്ള വാദ്യമേളങ്ങളും കലാരൂപങ്ങളും കാഴ്ചകളും കാണികൾക്ക് ഹൃദ്യമായി. നാട്ടിടവഴികൾ താണ്ടി ആർപ്പുവിളികളുടെ അകമ്പടിയോടെ കാവിലെത്തിയ ദേശക്കാളകളുടെ എഴുന്നള്ളിപ്പ് കാണാൻ വയൽവരമ്പ് നിറഞ്ഞെത്തിയത് ആയിരങ്ങളാണ്. കെട്ടുകാളുകളെ ചുമലിലേറ്റി യുവാക്കൾ നൃത്തച്ചുവട് വെച്ചപ്പോൾ പൂരപ്പറമ്പിലെ ജനം ആർത്തിരമ്പി. പൂരപ്രേമികളുടെ ഒരാണ്ടിന്റെ കാത്തിരിപ്പാണ് സഫലമായത്. ശനിയാഴ്ച പുലർച്ചെ മുതലേ ക്ഷേത്രത്തിൽ തിരക്കനുഭവപ്പെട്ടു. ദർശനം നടത്താൻ തട്ടകദേശങ്ങളിൽ നിന്നുള്ള വിശ്വാസികളുടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. ചേലക്കര, തോന്നൂർക്കര, കുറുമല, വെങ്ങാനല്ലൂർ, പങ്ങാരപ്പിള്ളി ദേശത്തെ നടക്കാവുകളിൽ നിന്ന് ആരംഭിച്ച വേലകൾ നാട് ചുറ്റി അന്തിമഹാകാളന്റെ കാവിൽ വട്ടത്തെത്തിയപ്പോൾ ഭക്തരെ ആഹ്ലാദത്തിമിർപ്പിലാക്കി. കാളവരവിന് കൊഴുപ്പേകിക്കൊണ്ടുള്ള വാദ്യമേളങ്ങളും കലാരൂപങ്ങളും കാഴ്ചകളും കാണികൾക്ക് ഹൃദ്യമായി. വേനൽ ചൂടിന് കുളിരായി വന്ന മഴ ആഘോഷത്തിന് മങ്ങലായെങ്കിലും വേലപ്രേമികൾ കൂടുതൽ ആവേശത്തിലായി. വൈകിട്ടോടെ കാവും പരിസരവും ജനങ്ങളാൽ നിറഞ്ഞു. ആനയില്ലാത്ത വേലയ്ക്ക് മാറ്റുകൂട്ടുന്നത് ദേശക്കാവുകളിൽ നിന്നും പുറപ്പെടുന്ന കാളവേലകളാണ്. അർദ്ധരാത്രി കളം മാറ്റൽ ചടങ്ങിന് ശേഷം കാളി ധാരികന്മാരും കോമരങ്ങളും പുറപ്പെട്ടു. കാവിലെത്തി തേർത്തട്ടിൽ പ്രദക്ഷിണം നടത്തി. സംവാദത്തിന് ശേഷം ഞായറാഴ്ച ഉച്ചയ്ക്ക് കാളിയുടെ ധാരികവധം ചടങ്ങ് നടന്നതോടെ വേലയ്ക്ക് സമാപനമായി. ശനിയാഴ്ച മഴ മൂലം വെടിക്കെട്ട് നിശ്ചയിച്ച സമയത്ത് നടത്താനായില്ല. രാത്രി വൈകിട്ടാണ് വെടിക്കെട്ട് നടന്നത്. ഇതോടെ 2 വർഷം മുടങ്ങിയ വെടിക്കെട്ട് പ്രകമ്പനം കൊള്ളിച്ചാണ് എല്ലാ ദേശക്കാരും അണിയിച്ചൊരുക്കിയത്. ഇതിന് അനുമതി വാങ്ങി നൽകിയ കെ രാധാകൃഷ്ണൻ എംപിക്കും യുവാർ പ്രദീപ് MLAയ്ക്കും മറ്റുദ്യോഗസ്ഥർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പൂരപ്രേമികൾ മുദ്രാവാക്യവും വിളിച്ചിരുന്നു. PCB ന്യൂസ് ചേലക്കര.